എവിടെ ബാബു മൻ അജാബൽ ഫുത്തിയ അങ്ങനെ ചെയ്യാം. ഫത്വയ്ക്ക് ജവാബ് കൊടുക്കുമ്പോഴേ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്താലും മതി. അല്ലെ തല കൊണ്ട് അങ്ങനെ പോട്ടെ സാർ, അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ പറയാം. കൗല് കൊണ്ട് തന്നെ ഇജാബത്ത് വേണമെന്നില്ല എന്ന് പറഞ്ഞതിന്റെ മാന. ഇഷാറത്ത് കൊണ്ടും പറ്റും, പിന്നെന്തും കൊണ്ടും പറ്റും, ഈമാവ് കൊണ്ടും പറ്റും, എല്ലാം പറ്റും. പിന്നെ ബാബുനോ ഹാദാ ബാബു മൻ അജാബൽ ഫുത്തിയ കേട്ടാ. ഫി ബയാനിൽ മുഫ്തി അല്ലദി അജാബൽ മുസ്തഫ്തി ഫിമാ സഅലഹു അൻഹു ബിഇശാറത്തിൽ ലദി ബർറസ് കേട്ടാ. وبالسند المتصل إلى المؤلف رحمه الله أنه قال حدثنا موسى بن إسماعيل قال حدثنا أبو غيب قال حدثنا أيوب عن كلمة مولى بن عباس عن ابن عباس. كلمة عباس مولى അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല തങ്ങളോട് ചോദിക്കപ്പെട്ടു ഹജ്ജത്തിഹി അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ. ഫഖാല അങ്ങനെ ചോദിച്ച ആൾ പറയുകയാണ് ദബഹ്തു ഖബ്ല അൻ നർമിയ, ഞാൻ ഹദിയ മൃഗത്തിനെ അറുത്തല്ലോ എറിയുന്നതിന് മുമ്പ്. ജംറത്തുൽ അഖബ എറിയുന്നതിന് മുമ്പ് അറുത്തുപോയല്ലോ എന്നത് അത് കുറ്റമെല്ലാം കിട്ടുമോ? നമ്മൾ ദുൽഹജ്ജ് കഴിഞ്ഞ് നമ്മൾ അറഫ കഴിഞ്ഞിട്ട് പിന്നെ മിനയിൽ വന്ന് മുസ്ദലിഫയിൽ വന്ന് രാപ്പാർത്ത് പിന്നെ വന്നിട്ട് എറിയലും അറുക്കലൊക്കെയാണ്. അപ്പൊ അറുക്കുന്നതിന് മുമ്പ് എറിയുന്നതിന് മുമ്പ് അറുത്തുപോയി, കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. പാവുമ തങ്ങൾ ഇഷാറത്ത് ചെയ്തു ബിയദിഹി അവിടുത്തെ കൈകൊണ്ട്, പരിശുദ്ധമായ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മഅനയാ പിന്നെ പറയുന്നത് ഖാല ലാ ഹറജ അലൈക എന്ന് പറഞ്ഞു വെച്ചാൽ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ, അറുക്കുന്നതിന് മുമ്പ് അല്ല എറിയുന്നതിന് മുമ്പ് അറുത്ത്, കുഴപ്പമുണ്ടോ നിങ്ങളെ ഇഷാറത്ത് ചെയ്താലോ? മനസ്സിലായി? അതാ ഖാല ലാ ഹറജ എന്നതിന്റെ അർത്ഥമെന്ന്. ലാ ഹറജ വലാ ഹറജ എന്നുണ്ടോ? ലാ ഹറജ വാവണ്ട എല്ലാ കിതാബിലും. അനി എവിടെ അജീദ് കണ്ടവനാരാ? വാവണ്ട കണ്ട വാവന്റെ എന്നാ പിന്നെ വലാ ഹറജ വാവുണ്ടെങ്കിൽ ഏട്ടാ മഅദൂബിന്റെ മേലെ എത്തുപാക്കണം, വേറെ വിഷയമൊന്നുമില്ല. സഹ ഫിഅലുക നിന്റെ പ്രവർത്തനം ശരിയായി എന്നും പിന്നെ വലാ ഹറജ കുറ്റമില്ല എന്നും അതിന്റെ മേലെ തിരിഞ്ഞോ? വലാ ഹറജ ഇനി വരുന്നിടത്ത് വലാ ഹറജുണ്ട്. ഇപ്പം പറഞ്ഞെടുത്തുണ്ടോ ഒരാൾ? രണ്ടിടത്തുണ്ട്. കാല തങ്ങള് പറഞ്ഞു ലാ ഹറജ എന്ന് പറഞ്ഞു എന്നല്ലേ? രണ്ടടുത്ത് പോകണ്ടോ? എന്നൊരു വാവല്ലേ അങ്ങ് പോട്ട് നോക്കും. കാലയുടെ വക്കൂലില്ല ആ വരും വാവ് വരുവാടാ പോകും വരുവാ ജവരിയെ കാല സെയ്തുൻ പറഞ്ഞു ഇന്ന അമ്രൻ കായ്മ എന്നല്ലേ വരത്തുള്ളൂ. ഇന്ന അമ്രൻ പറയും അവിടെ. നിങ്ങളെ കിതാബിലുണ്ടെങ്കിൽ തങ്ങൾ ഇഷാറത്ത് ചെയ്തു നിനക്ക് കുഴപ്പമില്ല എന്നും പിന്നെ വലാ ഹറജ എന്നും. എന്റെ ഈ കിതാബിൽ വാവില്ല ഏതാ? വലാ ഹറജ വലിൽ ഉസൈലി വലാ ഹറജ ബിൽ വാവി എന്നുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു മഅദൂബിന് ഒരു വാവ് വന്ന പിന്നെ ഒരു മഅദൂബിന് ഒരു അത്ബാക്കുണ്ട്. അല്ലെ പിന്നെ തഖ്ബലുസാൻ ഓതുമ്പോ എല്ലാ വാവ് ഇസ്തിനാബ് കണക്ക് സഹ ഫിഅലുക വലാ ഹറജ എന്നതാണ് എന്റെ പ്രവർത്തനം ശരിയാണ്, എന്തില്ല കുറ്റമില്ല എന്നത്. പിന്നെ ഇനി കഴിഞ്ഞു. വക്കാല വേറൊരാള് അയാള് തന്നെ ചോദിച്ചോട്ടെ, ഇനി വേറെ ആളെ കൊണ്ടുവരണ്ട. ഹലക്തു ഖബല അൻ അദ്ബഹ എന്ന് പറഞ്ഞു.
തങ്ങളെ ഞാൻ വന്നോണ്ട് എന്ത് ചെയ്തു, മുസ്ദലിഫയിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് പഠിച്ചു കൊടുത്തു, തലമുണ്ടനം ചെയ്തു അറുക്കുന്നതിന് മുമ്പ്. കുഴപ്പമുണ്ടോ? തങ്ങൾ ഇശാറത്ത് ചെയ്തു ബിയദിഹി ഷരീഫ, അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട്, വല ഹറജ എന്ന്. അവിടെ വേണ്ട ഇടാ, എന്നാ പിന്നെ ഇവിടെ ഒരു വാവുണ്ടാണ്ട് അവിടെ എഴുതിയായിരിക്കും. ഏതായാലും എവിടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തരാറില്ല. ഉണ്ടെങ്കിൽ നമ്മൾ മഹദൂബിനവൻ എത്തുപാക്കി കൊടുക്കും. അത്രേ അതിന് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബാബുമായിട്ട് ബന്ധമായി, ബാബും ഹദീദുമായിട്ട് ബന്ധമായി. കൈകൊണ്ട് ഇഷാറത്ത് ചെയ്തു, പിന്നെന്താണ് തല കൊണ്ട് ഇഷാറത്ത് ചെയ്തല്ലേ. ഫൗമ ബിയദിഹി വലാ ഹറജ. ആദ്യം പറഞ്ഞെടുത്തോ, ഫൗമ ബിയദിഹി വലാ ഹറജ ഇല്ലേ. ഈ തല കൊണ്ട് ഇഷാറത്ത് ചെയ്തതിന് ഇല്ലേ, കണ്ടോ, തല കൊണ്ട് ഇഷാറത്ത് ചെയ്തതിനെ ഹദീസുണ്ടോ? തല കൊണ്ട് ഇഷാറത്ത് ചെയ്തതിന് ഹദീസില്ലാതെ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പിന്നെ വേറെ റസീദ് കൊണ്ട് പിന്നെ ഹെഡിങ് വരണോ? എന്തായിരിക്കും അങ്ങനെ ഹെഡിങ് ഇട്ടാല് ഹെഡിങ് അനുസരിച്ച് ഹദീസ് കൊണ്ട് വരണ്ട. എന്താ അങ്ങനെ ഇരിക്കും? എന്നാ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവരുമെന്ന് നോക്കാം. ബാബു തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ വെച്ചാൽ മതിയോ? ബാബു കഴിഞ്ഞോ? എന്നാ പിന്നെ ബാബു കഴിയുന്നതിന് മുമ്പ് കൊണ്ടുവന്നില്ലേ നമുക്ക് ഇമാം ബുഖാരിയുടെ നേരെ കേസ് കൊടുക്കാം. ഹദ്ദസനൽ മക്കി ഇബ്നു ഇബ്രാഹിം قال أخبرنا حنظلة عن سالم قال سمعت أبا هريرة رضي الله عنهم عن النبي صلى الله عليه وسلم أنه قال അവിടെ നിന്ന് പറഞ്ഞു യുഖ്ബദുൽ ഇൽം, ഇൽമിനെ പിടിക്കപ്പെടും. നല്ല മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരൊക്കെ മരിക്കുന്നതിന്റെ അർത്ഥം എന്താ? വയൽഹാറുൽ ജഹ്ലു, പിന്നെ വരുന്നത് ജഹലാണ്. വൽ ഫിത്തനു, കുറെ ഫിത്തനകൾ ഉണ്ടാക്കിയുള്ള പിള്ളേരൊക്കെ അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി. വയക്കുസുറുൽ ഹറജു, സംഘടനം ഉണ്ടാകും, ഭയങ്കര ബഹളവും അടിയും. ഹറജ് ഏതാ? ഹറജു എന്ന് പറഞ്ഞു. ഹറജ് സഹാബത്ത് ആദ്യം കേട്ട പദായി. ഖീല യാ റസൂലല്ലാഹ് വമൽ ഹറജ്? ഫഖാല ഹക്കദാ ബിയദിഹി അലാ ഫഹറ കഅന്നഹു യുരീദുൽ ഖത്ല ഫഹറഫഹ. അനാ ഹറ ഫാനല്ലേ അനാ തങ്ങളിങ്ങനെ കയ്യെ ഇങ്ങനെയൊക്കെ. അപ്പോൾ സഹാബത്ത് മനസ്സിലാക്കി എന്താ വെട്ടും കൊലയൊക്കെയാണല്ലോ. മനസ്സിലായേ? ഹറജു, കൊല പെരുക്കും. അപ്പൊ ഹറജ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് കത്തിക്കൊണ്ട് വിത്തലും കുത്തലും അടിയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും കൈ കൊണ്ടാണ് ഇല്ല, തല കൊണ്ടില്ല. തല കൊണ്ടുള്ള ഒരു അതീത് വരട്ടെ ആമി ഇല്ല. യുരീദുൽ ഖത്ല, ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖത്ലിനെ ആകുന്നു എന്ന്. അവിടെയൊക്കെ കാലാന്നൊക്കെ പറഞ്ഞ ഫീലിനെ തൊട്ട് ഇത്ലാഖ് ചെയ്താണ് കാലാന്നൊക്കെ അല്ല. ഫഹറ അത് തഫ്സീരി ആയിരിക്കും ഇല്ല. ഹക്കദ എന്ന് പറഞ്ഞല്ല ആദ്യം അല്ലേ? ഒരു ഹക്കദ പറഞ്ഞിട്ടല്ലേ പാവുന്നേ? ഹക്കദ ഹക്കദ എന്നതിന് തഫ്സീർ. ഹക്കദ ബിയദി, കൈകൊണ്ട് തങ്ങൾ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞാല് ഫഹറഫഹ വേണ്ട, തങ്ങൾ ആ കയ്യെ ഇശാറത്താക്കി, തങ്ങൾ ആ കയ്യെ ചലിപ്പിച്ചു. ആ ചലിപ്പിക്കല് ഹറക്കാന്നല്ല ഹറഫാന്നാണ്. സഹാബത്തിന് പെട്ടെന്ന് തിരിയും. സഹാബത്ത് കാണുന്നുണ്ടോ കൈ ഇങ്ങനെ അങ്ങനെ? അതത്ര അവിടെ പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞ പിന്നെ ഇനിയും പറയട്ടെ. حدثنا موسى بن إسماعيل قال حدثنا وهيب قال حدثنا هشام عن فاطمة أن أسماء بنت أبي بكر رضي الله تعالى عنهم قالت അവർ പറയാം അന്നഹ ഖാലത്ത് കേട്ടാ അത്തൈതു ആയിഷത്ത, ഞാൻ ആയിഷയിലേക്ക് ചെന്നു. വഹിയ തുസല്ലി, ആയിഷ നിസ്കരിക്കുന്നു.
فقلت ما شأن الناس فأشارت إلى السماء فإذا الناس قيام فقالت سبحان الله قلت آية فأشارت برأسها എന്താണ് കിട്ടില്ലേ ഇപ്പൊ ഹെഡിങ് അനുസരിച്ച് കിട്ടില്ലേ ഫഅശാറത്ത് ബിറഅസിഹാ ഇങ്ങനെ അത് ദൃഷ്ടാന്താണോന്ന് വെച്ചു അതിന്റെ അർത്ഥമാണ് നഅം എന്ന് അല്ല പിന്നെന്ത് ചെയ്തു ഖസ്സത്ത് അല്ലേ ഫഖുംതു ഹത്താ അനാ ഫഖുംതു എന്നാണോ ഹത്താ തജല്ലാനിന്നോ പിന്നെ ഹത്താ അലാനി അൽ ഗസ്യു എന്നല്ലേ അല്ലേ നിങ്ങളെ കിതാബ് തജല്ലി ഉണ്ടായിരിക്കും അല്ലെ നിങ്ങൾ ധാരാനിയുടെ ആളാണ് തജല്ലി തജല്ലാനി അൽ ഗസ്യു فجعلت أصب على رأسي الماء فحمد الله النبي صلى الله عليه وسلم وأثنى عليه ثم قال ما من شيء لم أكن أريته إلا رأيته في مقامي حتى الجنة والنار فأوحي إلي أنكم تفتنون في قبوركم مثل أنا أو قريبا لا أدري أي ذلك قالت أسماء من فتنة المسيح الدجال إن നീണ്ട ഹദീസാണ് ഇവിടെ പോയി ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് യുഖാലു അതാ ഇനി അടുത്തെന്താ യുഖാലു മാ ഇൽമുക ബിഹാദർ റജുൽ ഫബൽ മുഅ്മിനു വൽ മൂഖിനു ലാ അദ്രി ബിഅയ്യിഹിമാ فيقول هو محمد هو رسول الله جاءنا بالبينات والهدى فأجبنا واتبعنا هو محمد رسول الله അള്ളാഹു അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നമ്മളെയും ഉസ്താദുമാരെയും മശായിഖുമാരെയും കൂട്ടുകുടുംബാദികളെല്ലാം നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ സുഹാബ് അഹ്ബാബിനെയും പെടുത്തി തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിൽ ഹാജരാകുന്ന വിഷയമാണ് പറയുന്നത് അല്ല. അപ്പോൾ ഒരു വലിയൊരു വിഷയം നടന്നിട്ട് ഭയങ്കര ഫിത്തന ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആ ഫിത്തനയാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വഖഫ് പൊട്ടിയ സുന്നിയും അല്ലാത്ത സുന്നിയല്ല. ബസ് നാളെ പറഞ്ഞു വേഗം കൊണ്ടുപോട്ടെ പെട്ടെന്ന് കൊണ്ടുപോട്ടെ.